വലിയ പൌരൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഇൻവെസ്റ്റ് കേരളയുടെ വിശദാംശങ്ങളിലേക്ക്. എന്തായാലും വലിയൊരു ഉച്ചകോടിയാണ് ഇന്നും നാളെയും അരങ്ങേറുന്നത്. ഇപ്പോഴും ഉച്ചകോടി അവസാനിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കരൺ അദാനി ഇന്ന് പ്രഖ്യാപിച്ചു. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിനായി 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. 850 കോടി രൂപ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുമെന്ന് ആസ്റ്റർ DM കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനും ഇന്ന് പ്രഖ്യാപിച്ചു. ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. അവിടെയാണ് ഈ സമ്മിറ്റിന്റെ ആദ്യ ദിവസം. രണ്ടാം ദിവസം അവിടെ തന്നെ. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിഷ്ണു. ഗുഡ് ഈവനിംഗ്. വലിയ ആവേശ തുടക്കമാണ് ഈ ഉച്ചകോടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടത്താൻ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം പോർട്ടിന്റെ തുടർ വികസനമാണ്. 20,000 കോടി രൂപ അതിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനമുണ്ടായത്. 5,500 കോടി രൂപ തിരുവനന്തപുരത്തിന്റെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും. മറ്റൊന്ന് ആസാദ് മൂപ്പൻ നടത്തിയ, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നടത്തിയ പ്രഖ്യാപനമാണ്. 850 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ആരോഗ്യ മേഖലയിൽ ആസ്റ്റർ മെഡിസിറ്റി നടപ്പാക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലെ ആസ്റ്റർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. അത് അവരുടെ ആശുപത്രിയിൽ ഈ കിടപ്പ് രോഗികളുടെ സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഇന്ന് വന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് രാവിലെ തന്നെ മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് വെറുതെ കുറെ കോടികളുടെ പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിച്ചു പോവുകയല്ല. കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ, നമ്മുടെ ടെക്നോളജിക്ക് അനുയോജ്യമായ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ആ പദ്ധതികൾ നമുക്കും പറ്റുമെന്ന് മാത്രം അത് സ്വീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് താൽപര്യ ക്ഷണപത്രം മാത്രമാണ് വാങ്ങുക. ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിക്കുക. അതിനുശേഷമായിരിക്കും പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുക. പ്രത്യേകിച്ച് അതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബിസിനസ്സുകൾ അത് ഇവിടെയും പറ്റുമോ എന്നുള്ള സാങ്കേതികത്വമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രാഥമിക താൽപര്യ ക്ഷണപത്രം വാങ്ങും. അതിനുശേഷം ആ ഇൻവെസ്റ്റ്മെന്റിൽ വിശദമായ ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക്, ഒരു സംരംഭകത്വം എന്ന രീതിയിലേക്ക് പോകുക. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി അത് ചരിത്രത്തിൽ ഇടം പിടിക്കും. കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ ആകത്തുകയുള്ള വികസനത്തിൽ ഈ ഉച്ചകോടി ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയും ഉച്ചകോടി തുടരും. നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക. ഇന്നത്തെ സെഷനുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ആളുകളൊക്കെ, ഈ ഡെലിഗേറ്റ്സ് ഒക്കെ തിരികെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. സമ്മിറ്റിന്റെ രണ്ടാം ദിവസം, അതായത് സമാപന ദിവസം നാളെയാണ്. എന്തായാലും ആരോഗ്യ മേഖലയിലും അതേപോലെ പിഴിഞ്ഞം പോർട്ടിന്റെ മേഖലയിലും ഒക്കെ തന്നെ വലിയ നിക്ഷേപമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇതൊക്കെ നടപ്പിൽ വരുമോ? നടപ്പിൽ വരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളം പോലൊരു സ്ഥലത്ത് നിക്ഷേപം വന്ന് വലിയ സംരംഭങ്ങളൊക്കെ വന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. 10-70 ലക്ഷം ആൾക്കാർക്ക് ജോലിയില്ലാത്തൊരു സ്ഥലമാണ് കേരളം. വിദേശ നാടുകളിലേക്ക് പോകാൻ ടെൻഡൻസി കൂടുന്നു. മാത്രമല്ല, അഥവാ ജോലി കിട്ടിയാൽ തന്നെ ചെറിയ ശമ്പളത്തിലുള്ള ജോലികൾ കിട്ടുന്നു. അപ്പോൾ നമ്മൾ അതേസമയം നമ്മുടെ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് സാധനങ്ങൾക്കൊക്കെ വില കയറുന്നു. ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകണമെങ്കിൽ ഈ നഗര ഹൃദയങ്ങളിലൊക്കെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അപ്പം തീർച്ചയായിട്ടും നല്ല ശമ്പളം കിട്ടുന്ന ജോലികൾ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള സമ്മിറ്റ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. കേരളത്തിന്റെ വികസന കുതിപ്പിന് വേഗമാകാൻ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടക്കുന്നു. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടിൽ ഇനി കുരുങ്ങില്ല എന്നാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉറപ്പ് നൽകിയത്. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാരും ഉറപ്പ് നൽകി. വികസനത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിപക്ഷത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. ലോകത്തിന് മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് സമയബന്ധിതമായി നൽകുമെന്ന് മുഖ്യമന്ത്രി.
The government of Kerala shall strain every nerve and leave no stone unturned. കേരളത്തിലെ നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകി. കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുന്നതെന്ന് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അന്താരാഷ്ട്ര നിലവാരമുള്ള വികസനമാണ് ലക്ഷ്യം. I will assure you that at least in my regime, we will complete the work more than 3 lakh crores in Kerala. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. വികസനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ സംരംഭങ്ങൾ വരണം, അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും, നെഗറ്റീവായിട്ട് നിൽക്കില്ല. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപത്തിന് താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൌഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത്, 24.